വോട്ട് മോഷണത്തിന് പിന്നിലുള്ളവരെ സമയമെടുത്താലും പുറത്തു കൊണ്ടുവരുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് വോട്ട് മോഷ്ടിച്ചാണെന്നും ബംഗളൂരുവിലെ വോട്ട് അധികാർ റാലിയിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചു. രാജ്യത്തെ മുഴുവൻ വോട്ടർമാരുടെയും വിവരങ്ങൾ ഈ കോപ്പിയായി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഹുൽ വെല്ലുവിളിച്ചു. മഹാദേവപുരിയിലെ വോട്ടട്ടിമറിയിൽ കർണാടക സർക്കാർ അന്വേഷണം നടത്തണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. एक वोट का अधिकार देता है। पिछले चुनाव में बीजेपी ने कहा, मोदी जी ने, इनके नेताओं ने इस पर आक्रमण किया, हिंदुस्तान की संस्थाओं को खत्म करके इस पर आक्रमण किया। यह एक क्रिमिनल एक्ट है, कर्नाटक की जनता के खिलाफ एक क्रिमिनल एक्ट है और कर्नाटका की सरकार को इस क्राइम का इन्वेस्टिगेशन करना चाहिए और एक्शन लिया जाना चाहिए। आप छुपा नहीं सकते और आप छुप नहीं सकते। एक ना एक दिन आपको ऑपोजिशन का सामना करना पड़ेगा। हिंदुस्तान की सारी इलेक्ट्रॉनिक वोटर लिस्ट पिछले 10 साल की हमें दे देनी चाहिए और वीडियोग्राफी भी दे देनी चाहिए। और अगर ये नहीं देंगे तो वो एक क्राइम को छुपा रहे हैं और बीजेपी को इलेक्शन चोरी करने की मदद कर रहे हैं। മഹേഷ് പോലൂരുണ്ട് വിവരങ്ങൾ നൽകാനായി. മഹേഷ്, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് രാജ്യത്തെ മുഴുവൻ വോട്ടർമാരുടെയും വിവരങ്ങൾ ഈ കോപ്പിയായി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വെല്ലുവിളിക്കുന്ന ഒരു രാഹുൽ ഗാന്ധിയാണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ റാലിയിൽ പ്രധാനമായും കേന്ദ്രത്തിനെതിരെയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും ഉയർത്തിയ ആരോപണങ്ങൾ? അജി പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും പ്രധാനമന്ത്രിക്കെതിരെയും BJPക്കെതിരെയും ആഞ്ഞടിച്ചാണ് വോട്ട് അധികാർ റാലിയിൽ രാഹുൽ ഗാന്ധി സംസാരിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ അട്ടിമറിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ മൂല്യങ്ങൾക്ക് പ്രഹരമേറ്റിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ആത്യന്തികമായി പറഞ്ഞത്. ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരാൾക്ക് ഒരു വോട്ട് എന്നത് ഭരണഘടനാ തത്വങ്ങൾക്ക് വിധേയമായുള്ളതാണ്. അത് അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണ് എന്ന് രാഹുൽ പറഞ്ഞു. അദ്ദേഹം പ്രധാനമായും 2 സ്ഥലങ്ങളിലെ, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പുറത്തു പറഞ്ഞു. ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ആവർത്തിക്കുകയും ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ച് തെളിവ് നിരത്തി അദ്ദേഹം സംസാരിക്കുകയുമായിരുന്നു. അതായത് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്, അവിടുത്തെ ഇന്ത്യ സഖ്യത്തിന് കിട്ടിയ വോട്ട് അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കിട്ടി. പക്ഷേ 1 കോടി പുതിയ വോട്ടർമാർ 4 മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നു. ആ വോട്ടെല്ലാം പോയത് BJPയിലേക്കാണ്. അങ്ങനെ BJP മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. കർണാടകയിലേക്ക് വന്നാൽ, കർണാടക സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ മഹാദേവപുരയിൽ നടന്ന വോട്ട് അട്ടിമറിയിലെ സംശയം അത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ആവർത്തിച്ചിരുന്നു. ആ കാര്യം വളരെ കൃത്യമായി അതേ മണ്ഡലത്തിൽ തന്നെ വന്ന് രാഹുൽ പറഞ്ഞു. അതോടൊപ്പം തന്നെ രാഹുൽ ഒന്നുകൂടി പറഞ്ഞു, അതായത് ഇതൊരു ക്രിമിനൽ കുറ്റമാണ്. കർണാടക സർക്കാർ മഹാദേവപുര വോട്ട് അട്ടിമറിയിൽ അന്വേഷണം നടത്തണം, കുറ്റക്കാരെ മുന്നിൽ കൊണ്ടുവരണം, അതിന് കൂട്ടുനിന്ന ഇലക്ഷൻ കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്ന തരത്തിലേക്ക് പോകണം എന്ന് രാഹുൽ പറഞ്ഞു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ്: ഒരുപക്ഷെ കുറച്ച് സമയമെടുത്തേക്കാം, എന്നാലും വോട്ട് കൊള്ളയ്ക്ക് പിന്നിലുള്ളവരെ തുറന്നു കാട്ടുക തന്നെ ചെയ്യും എന്ന് രാഹുൽ പറഞ്ഞു. എന്തായാലും അദ്ദേഹത്തിൻ്റെ വോട്ടധികാർ റാലി, കോൺഗ്രസിൻ്റെ പ്രതിഷേധം, ഇന്ത്യ സഖ്യത്തിൻ്റെ തുടക്കത്തിലുള്ള പ്രതിഷേധം എന്ന രീതിയിലുള്ള ഇന്നത്തെ വോട്ടധികാർ റാലി അല്പസമയം മുൻപ് അവിടെ സമാപിച്ചു. അജി, ശരി. മഹേഷ് പോലൂരാണ് വിവരങ്ങൾ നൽകിയത്.